മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് കേവലം ഒരു പരിസ്ഥിതി സൗഹൃദ പ്രവർത്തനമായി മാത്രം കാണരുത്. അത് ദീർഘകാല അടിസ്ഥാനത്തിൽ വ്യക്തികൾക്ക്, പ്രത്യേകിച്ചും കർഷകർക്കും നിക്ഷേപകർക്കും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ സമ്മാനിക്കുന്ന ഒരു ഉത്തമ നിക്ഷേപക മാർഗം കൂടിയാണ്. അത്തരത്തിൽ സമ്പത്തും സുസ്ഥിരതയും ഒരുമിച്ച് നൽകുന്ന ഒരു അത്ഭുത വൃക്ഷമാണ് മഹാഗണി. വാണിജ്യപരമായും ഔഷധപരമായും പരിസ്ഥിതിപരമായും ഒരുപോലെ പ്രാധാന്യമുള്ള മഹാഗണി നിങ്ങളുടെ തരിശായി കിടക്കുന്ന ഭൂമിയെ സമ്പന്നമാക്കാനുള്ള സുവർണ അവസരം ഒരുക്കുന്നു. മഹാഗണി തടി അതിന്റെ അസാധാരണമായ ഗുണമേന്മകളാൽ ലോകമെമ്പാടും പ്രശസ്തമാണ്. കടും തവിട്ട് നിറമുള്ള ഒരു തടിക്ക് അതിശയകരമായ ഈടുനിൽപ്പും ദ്രവിച്ചു പോകാത്ത സ്വഭാവമുണ്ട്. ഇത് സാധാരണ തടികളിൽ നിന്നും മഹാഗണിയെ വേറിട്ട് നിർത്തുന്നു. ഈ ഗുണങ്ങൾ മഹാഗണിയെ ഉയർന്ന നിലവാരമുള്ള ഫർണിച്ചറുകൾ, കപ്പൽ ഡെക്കുകൾ, സംഗീതോപകരണങ്ങൾ, പ്രത്യേകിച്ചും ഗിറ്റാറുകൾ, വയലിനുകൾ, പ്രീമിയം പ്ലൈവുഡ്, ക്യാബിനറ്റുകൾ, വാതിലുകൾ, ജനലുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമാക്കുന്നു. മറ്റ് പല തടി ഇനങ്ങളെയും പോലെ മഹാഗണി എളുപ്പത്തിൽ രൂപഭേദം വരികയോ വിള്ളലുകൾ വീഴുകയോ അല്ലെങ്കിൽ പ്രാണികളുടെ ആക്രമണത്തിന് ഇരയാവുകയോ ചെയ്യുന്നില്ല. ഈ പ്രതിരോധശേഷി കാരണം മഹാഗണിയിൽ നിന്നും നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് പതിറ്റാണ്ടുകളോളം മികച്ച നിലയിൽ നിലനിൽക്കാൻ സാധിക്കുന്നു. ഇതിന്റെ ഉയർന്ന കരുത്തും പ്രകൃതിദത്തമായ തിളക്കവും ഭംഗിയും ഇന്ത്യയിലും അന്താരാഷ്ട്ര വിപണിയിലും ആഡംബര മരങ്ങളുടെ വിഭാഗത്തിൽ മഹാഗണിയെ ഒരു പ്രധാന ഘടകമാക്കി മാറ്റുന്നുണ്ട്. ആഗോള വിപണിയിൽ മഹാഗണി തടിയുടെ ആവശ്യകത ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കർഷകർക്കും നിക്ഷേപകർക്കും സ്ഥിരമായ ഒരു വരുമാനം ഉറപ്പാക്കുന്നുണ്ട്. മഹാഗണി മരം പൂർണ്ണ വളർച്ചയെത്താൻ ഏകദേശം 12 മുതൽ 15 വർഷം വരെ സമയമെടുക്കും. ഈ ദീർഘകാല കാത്തിരിപ്പ് പലരെയും പിന്തിരിപ്പിച്ചേക്കാം. എന്നാൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക നേട്ടങ്ങൾ ഈ കാത്തിരിപ്പിനെ നിസ്സാരമാക്കുന്നുണ്ട്. നിലവിലെ വിപണി വിലയനുസരിച്ച് മഹാഗണി തടി ഒരു ക്യൂബിക് അടിക്ക് 2000 രൂപ മുതൽ 2500 രൂപ വരെ വിലയ്ക്ക് വിൽക്കുന്നുണ്ട്. തടിയുടെ ഗുണനിലവാരം, വലുപ്പം, പ്രായം എന്നിവ അനുസരിച്ച് ഈ വിലയിൽ വ്യത്യാസങ്ങൾ വരാം. ഒരു മുതിർന്ന മഹാഗണി മരത്തിൽ നിന്നും 30,000 രൂപ മുതൽ 50,000 രൂപ വരെ വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. മികച്ച പരിചരണം നൽകി വളർത്തുന്ന മരങ്ങൾക്ക് ഇതിലും കൂടുതൽ വരുമാനം ലഭിക്കാം. ഇനി നമുക്ക് ഒരു ഏകദേശ കണക്ക് നോക്കാം. ഒരൊറ്റ ബിഘ ഭൂമിയിൽ ഏകദേശം 17,424 ചതുരശ്ര അടി അല്ലെങ്കിൽ ഏകദേശം 0.4 ഏക്കർ സ്ഥലത്ത് ഏകദേശം 120 മുതൽ 150 വരെ മഹാഗണി മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ സാധിക്കും. മരം നടുന്നതിനും ആദ്യ വർഷങ്ങളിലെ പരിചരണത്തിനുമായി ഏകദേശം 50,000 രൂപ മുതൽ 75,000 രൂപ വരെ പ്രാരംഭ ചെലവ് പ്രതീക്ഷിക്കാം. ഈ നിക്ഷേപം ഒരു ദശാബ്ദത്തിനുള്ളിൽ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമായി മാറാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് 120 മരങ്ങളിൽ നിന്നും ശരാശരി 40,000 രൂപ വീതം ലഭിച്ചാൽ പോലും 48 ലക്ഷം രൂപ വരുമാനം നേടാനാകും. ഇത് കേവലം ഒരു കണക്കുകൂട്ടൽ മാത്രമാണ്. വിപണി സാഹചര്യങ്ങൾ, തടിയുടെ ഗുണമേന്മ, വിളവ് തുടങ്ങിയ ഘടകങ്ങൾക്കനുസരിച്ച് ഈ വരുമാനം വർദ്ധിക്കാനോ കുറയാനോ സാധ്യതയുണ്ട്. എങ്കിലും ഭൂരിഭാഗം സാഹചര്യങ്ങളിലും മഹാഗണി കൃഷി ഒരു ലാഭകരമായ സംരംഭമായിരിക്കും എന്നതിൽ സംശയമില്ല. മഹാഗണി കൃഷി കാർഷിക വനവൽക്കരണത്തിനും ദീർഘകാല ഭൂമി നിക്ഷേപങ്ങൾക്കും ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ്. ഇത് ഭൂമിയുടെ മൂല്യം വർദ്ധിപ്പിക്കുകയും ഭാവി തലമുറയ്ക്ക് ഒരു വലിയ സമ്പാദ്യമായി മാറുകയും ചെയ്യുന്നു. മഹാഗണി കേവലം തടി നൽകുന്ന ഒരു വൃക്ഷം മാത്രമല്ല, അതിന് നിരവധി ഔഷധ ഗുണങ്ങളും മറ്റ് പാരിസ്ഥിതിക പ്രയോജനങ്ങളുമുണ്ട്. ഇതിന്റെ ഇലകൾ, വിത്തുകൾ, പുറംതൊലി എന്നിവ പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിലും വ്യാവസായിക ഉൽപ്പന്നങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കുന്നു. മഹാഗണിയുടെ പുറംതൊലിക്ക് പനി, അണുബാധകൾ, വീക്കം, രക്തസ്രാവം, അതിസാരം എന്നിവ ചികിത്സിക്കുന്നതിനുള്ള പരമ്പരാഗത ചികിത്സാ രീതികളിൽ വലിയ സ്ഥാനമുണ്ട്. ഇതിന്റെ വിത്തുകൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടെന്നും ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കൂടാതെ ഇതിന്റെ സത്ത് ആന്റിസെപ്റ്റിക് ഗുണങ്ങളുള്ള പല ലേപനങ്ങളിലും മരുന്നുകളിലും ഉപയോഗിക്കുന്നുണ്ട്. മഹാഗണിയുടെ സത്തിൽ നിന്നും പെയിന്റുകൾ, സോപ്പുകൾ, വാർണിഷുകൾ എന്നിവ നിർമ്മിക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ വിത്തുകളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന എണ്ണയ്ക്ക് ചില വ്യാവസായിക പ്രാധാന്യങ്ങളുമുണ്ട്. മഹാഗണി മരം ഒരു പ്രകൃതിദത്ത കൊതുക് അകറ്റുന്ന സസ്യമായി പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഇലകളിൽ നിന്നുള്ള ചില രാസവസ്തുക്കൾ കൊതുകുകളെ അകറ്റാൻ സഹായിക്കുന്നു. അതിനാൽ വീടുകൾ, കൃഷിയിടങ്ങൾ, പൊതുവിടങ്ങൾ എന്നിവയ്ക്ക് ചുറ്റും ഇത് നടുന്നത് കൊതുക് പരത്തുന്ന രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാൻ സഹായിക്കും. എല്ലാ മരങ്ങളെയും പോലെ മഹാഗണിയും കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുക്കുകയും ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. ഇത് അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങൾ കുറയ്ക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനും സഹായിക്കുന്നു. മഹാഗണി പോലുള്ള മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് മണ്ണൊലിപ്പ് തടയാനും ജലസംരക്ഷണം മെച്ചപ്പെടുത്താനും ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. അതോടൊപ്പം ഇത് പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഈ മരത്തിന്റെ വൈവിധ്യം തടി വിൽപ്പനയിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും ഇരട്ട വരുമാനം നേടാൻ കർഷകരെ സഹായിക്കുന്നു. അതായത് ഒരു മരത്തിൽ നിന്നും ഒന്നിലധികം മാർഗങ്ങളിലൂടെ വരുമാനം നേടാൻ സഹായിക്കുന്നു. അതോടൊപ്പം മഹാഗണി കൃഷി ലാഭകരമാണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി കാലാവസ്ഥയും മണ്ണുമാണ്.
മഹാഗണിക്ക് ചൂടുള്ളതും ആർദ്രവുമായ കാലാവസ്ഥയാണ് അനുയോജ്യം. നല്ല നീർവാർച്ചയുള്ള ഫലഭൂഷ്ടമായ മണ്ണാണ് ഇതിന് ഏറ്റവും ഉത്തമം. അമിതമായി വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ ഒഴിവാക്കണം. മരങ്ങൾ തമ്മിൽ ശരിയായ അകലം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. സാധാരണ 8 മുതൽ 10 അടി അകലത്തിൽ നടുന്നതാണ് നല്ലത്. ഇത് മരങ്ങൾക്ക് ആവശ്യത്തിന് സൂര്യപ്രകാശവും പോഷകങ്ങളും ലഭിക്കാൻ സഹായിക്കുന്നു. ആദ്യ വർഷങ്ങളിൽ കള നിയന്ത്രണം, ആവശ്യത്തിന് ജലസേചനം, രോഗകീട നിയന്ത്രണം എന്നിവ വളരെ പ്രധാനമാണ്. മരങ്ങൾ വളരുന്നതിനനുസരിച്ച് ശാഖകൾ കോതി ഒതുക്കുന്നത് നല്ല തടി ലഭിക്കാൻ സഹായിക്കും. മഹാഗണി ഒരു ദീർഘകാല നിക്ഷേപവുമാണ്. പെട്ടെന്നുള്ള വരുമാനം പ്രതീക്ഷിക്കരുത്. ക്ഷമയും കൃത്യമായ പരിപാലനവുമാണ് ഇതിന്റെ വിജയത്തിന്റെ താക്കോൽ. മഹാഗണി മരം വെറും ഒരു മരമല്ല, അത് സമ്പത്തിന്റെയും സുസ്ഥിരതയുടെയും പ്രതീകമാണ്. ലാഭത്തിനായാലും ആരോഗ്യപരമായ ഗുണങ്ങൾക്കായാലും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്കായാലും മഹാഗണി നടുന്നത് പല വഴികളിൽ ഫലം നൽകുന്ന ഒരു മികച്ച തീരുമാനമാണ്. തരിശായി കിടക്കുന്ന ഭൂമിയെ ഉപയോഗപ്രദമാക്കാനും ഭാവി തലമുറയ്ക്ക് ഒരു മുതൽക്കൂട്ടുണ്ടാക്കാനും മഹാഗണി കൃഷി ഒരു മികച്ച അവസരം നൽകുന്നുണ്ട്. പാരിസ്ഥിതിക ഉത്തരവാദിത്വവും സാമ്പത്തിക നേട്ടവും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് മഹാഗണി മരം. ഈ സുവർണ അവസരം പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ ഭൂമിയിൽ മഹാഗണി കൃഷി ചെയ്ത് ഭാഗ്യം കൊയ്യാം.